സുബർക്ക നമ്മളെ വേൾഡ് കപ്പിന്റെ 2026 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫൈനല് പിന്നെ ഒരിക്കലും സ്പെയിനും അർജന്റീനയും വരും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മൾ വിചാരിച്ചിരുന്നത് ഒന്നുകിൽ ഫ്രാൻസോ അർജന്റീനയോ. ലോകത്തെ ചില നിരീക്ഷകർ ഞാൻ വായിച്ചതാണ് സ്പെയിനും അർജന്റീന ആകാന്നുള്ള ചില ആൾക്കാരൊക്കെ. പക്ഷെ ഈ സ്പെയിൻ നമ്മള് കേപ്പവർത്താനുള്ള ടീം അവിടെ പിടിച്ചതുകൊണ്ടും അതേപോലെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ചെറിയൊരു വ്യതിയാനം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പിന്നെ സ്പെയിനിന് അർജന്റീനക്ക് കിട്ടാതിരുന്നത്. പറയുന്നുണ്ട് സ്പെയിൻ നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ ആണല്ലോ. സ്പെയിന് അറ്റാക്കിംഗ് ഫുട്ബോൾ, അർജന്റീനയും അറ്റാക്കിംഗ് ഫുട്ബോൾ നടത്തും. അപ്പൊ അതുകൊണ്ട് അതെ, യൂറോപ്യൻ രാജ്യം ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണല്ലോ ഫൈനലിൽ കളിക്കാൻ പോണേ. അതുകൊണ്ട് സ്പെയിന് എന്താണെന്നുള്ളൂ, സ്പെയിൻ്റെ ശക്തി എന്താണെന്ന് സ്കലോണിക്ക് അറിയാം. ജമാൽ എത്ര ശക്തി ഉണ്ട്, ജമാൽ എവിടെ പൂട്ടണം എന്നുള്ളത് കോച്ചിക്ക് അറിയാം. അതുകൊണ്ട് സ്പെയിനെ സംബന്ധിച്ചോളം ഫ്രാൻസ് സ്പെയിൻ കളിക്കുമ്പോൾ സ്പെയിൻ വിജയിച്ചല്ലോ, ഫ്രാൻസിനെ പൊട്ടത്. അതേ അടിസ്ഥാനത്തിൽ അർജന്റീന സാധിക്കൂല എന്നാണ് എൻ്റെ അഭിപ്രായം. മെസ്സിനെ പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ കിട്ടുന്ന കളിക്കാനല്ല. അതുകൊണ്ട് ഉണ്ട്. അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ ഫോമിൽ തന്നെയാണ് സ്പെയിനും അർജന്റീനയും കിടിലം പോരാട്ടം ഉണ്ടാവും. മാത്രമൊന്നുമല്ല, ആ ഫൈനലിസ്റ്റ് നഷ്ടപ്പെട്ടു പോയല്ലോ കളിക്കാൻ ചെയ്യാത്ത, അതിന്റെ ടൂർണമെന്റ് കൂടിയാണ്. എന്നാലും സ്പെയിന് അർജന്റീന ഇന്നലത്തെ ഫോമിലാണെങ്കിൽ അത് പോയിന്ന് വരും. കാരണം പിന്നെ ഓല ഉനൈസൻ സോമൻ ഗോൾ കീപ്പറൊക്കെ നല്ല ഫോമിലാണ്. പിന്നെ എമിലിയാനോ മാർട്ടിനസ് കുറഞ്ഞ വീക്ക് ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഇന്നലത്തെ സെമിയിലും അത്ര ഒരു അടി പരീക്ഷിച്ചിട്ടില്ല. അതെ, ഇന്നലെ കാരണം ഓല ബോക്സിൽ തന്നെയാണല്ലോ കളി. ജോർഡൻ പിക്ഫോർഡ് ഇല്ലെങ്കിൽ ഇന്നലെ ഈ പറഞ്ഞ ആൾക്കാർ ഇംഗ്ലണ്ട് 5 ഗോളിന് ഇന്നലെ പരാജയപ്പെടും. 5 ഗോളിന് പരാജയപ്പെടുന്നു ബ്രിട്ടൻ ഇന്നലെ. നേരെ മറിച്ച് മാർട്ടിനസിന് വല്ല അടി വന്നില്ല. അർജന്റീന 1-2 അടി വന്ന് എല്ലാവരും ഫോമിലല്ല, അതൊരു അടി വന്നില്ല. ഇന്നലെ ഇംഗ്ലണ്ടിന്റെ ആൾക്കാരോട് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഗോളി ഫോമിലല്ലെങ്കിൽ, ഗോളി ഫോമൊക്കെ കളി പറഞ്ഞതാണ്, എന്നാലും 5 ഗോളിന് പരാജയപ്പെടും. അല്ല, ഇന്നലത്തെ ഒരു കളിയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടും അർജന്റീനയും ഫസ്റ്റത്തെ ഒരു 20-30 മിനിറ്റ് വരെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിരുന്നു. പക്ഷെ അർജന്റീനക്ക് ആ സമയങ്ങളിൽ അവരെ പോസ്റ്റിലേക്ക് കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ വിഭാഗത്തു നിന്നും ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ഒരുപാട് കളിക്കാർ ഇംഗ്ലണ്ടിന്റെ ബാക്കിൽ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ പൂട്ടാനൊക്കെ. പക്ഷെ ചില സമയങ്ങളിൽ നമ്മളെ സിമിയോണി മുന്നോട്ട് പോകുന്നതുകൊണ്ട് മാത്രമേ നമുക്കൊരു പ്രതീക്ഷ. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ലൂയിസ് ഫോണ്ടാറിന്റെ കോച്ചിക്ക് തന്ത്രജ്ഞ കോച്ച് തന്നെയാണ്. അപ്പം എതിരാളി അർജന്റീന ആണെന്നുള്ള ഭയം സ്പെയിനുണ്ടാവും. അർജന്റീന ഡിഫൻസ് ഇന്നലെ കുറച്ച് പാളിട്ടൊന്നുമില്ല, അത്യാവശ്യം ഡിഫൻസ്. സ്പെയിനുമായിട്ട് കളിക്കുമ്പോൾ സ്പെയിന്റെ ശക്തിയും യൂറോപ്യൻ ടീമും എല്ലാം അർജന്റീനക്ക് അറിയാം. അതുകൊണ്ട് കിടിലം ഫൈനലായിരിക്കും. പക്ഷെ സ്പെയിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എളുപ്പമാവൂല ഇന്നലത്തെ അർജന്റീന ആണെങ്കിൽ. പിന്നെ നമ്മുടെ അവരെ 19 നമ്പറും ഇപ്പൊ നമ്മളെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇപ്പത്തെ ന്യൂ ജനറേഷനിൽ ഇപ്പൊ കളിക്ക് വെക്കാൻ പറ്റിയ യാമിൻ യമാല് എന്തെങ്കിലും ഫൈനൽ കാണിച്ചു കൂട്ടുമോ എന്നാണ് ഇപ്പൊ ഇനിയിപ്പുള്ള ഒരു ആകാംക്ഷ വേൾഡിന്റെ. ഫൈനല് യമാല് മാത്രമേ, വില്യംസ് യഥാർത്ഥ ഫോമിലല്ലല്ലോ. വില്യംസ് യമാലുമാണ് ഓലെ കൂട്ടുകെട്ട്. അപ്പൊ യമാലാണ് കാര്യമായിട്ട് ഇറങ്ങുന്നത്. അർജന്റീന ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ബെല്ലിംഗാമിനും ആരിഗൈനൊക്കെ പൂട്ടി അർജന്റീനക്ക് ഒരു യമാലിനെ പൂട്ടി ഒരു പ്രശ്നമില്ല, അത് പൂട്ടും. അത് മാത്രമല്ല, പിന്നെ സ്പെയിന്റെ ഡിഫൻസ് പിന്നെ മാർട്ടിനസും ജൂനിയർ ആൽവാരസും നിക്കോളാസ് കോൺസാലസും ഒക്കെ ഫോമിലാണ്. സ്പെയിന്റെ ഡിഫൻസ് പരീക്ഷിക്കപ്പെടുന്നതാണ്. ഇനിയിപ്പോ സ്പെയിൻ ഗോൾ അടിച്ചാലും സ്പെയിൻ ഗോൾ അടിച്ച ഓർമ്മ സ്പെയിൻ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പൊ സ്പെയിന്റെ ആരാധകർ ഭയത്തിലാണ്. കപ്പ് അർജന്റീന ഉദാഹരണത്തിന് പറഞ്ഞത് ഇന്നലത്തെ ഫോമിലാണെങ്കിൽ 2034-ലും 38-ലും ഇറ്റലിയാണ് തുടർച്ചയായിട്ട് കപ്പെടുത്തത്. 58-ലും 62-ലും ബ്രസീലാണ് തുടർച്ചയായിട്ട് കപ്പെടുത്തത്. ആ റെക്കോർഡിന് കൂടെ അർജന്റീന എത്തും ഇന്നത്തെ ഫോമിലാണെങ്കിൽ. ഞാൻ തന്നെ പറഞ്ഞല്ലോ, പിന്നെ ഇതുവരെ കണ്ട അർജന്റീന യഥാർത്ഥ അർജന്റീന ബ്രിട്ടൻ വിയർക്കുന്നു. അതേമാതിരി ഇന്നത്തെ അർജന്റീന ലോകത്തെ അംഗീകരിച്ച അർജന്റീന, ആ അർജന്റീന ആണെങ്കിൽ സ്പെയിൻ വിയർക്കും, ട്രോഫി അർജന്റീന ഉയർത്തും. അപ്പോൾ നമ്മൾ ഇത്ര നേരം സുബൈർക്കൻ്റെ വിശകലനമാട്ടോ കേട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.